നല്ല കാര്യം തന്നെ. കാരണം എന്താ അറിയോ, ഇത് നേരാക്കേണ്ടത് പാലക്കാട് നഗരസഭയിലെ വാട്ടർ അതോറിറ്റിയാണ്. ഇവിടെ പൂർണ്ണാക്കട്ടെ. കേരള വാട്ടർ അതോറിറ്റിയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. വെള്ളത്തിന്റെ പൈപ്പിന്റെ കാര്യം ചെയ്യേണ്ടത് കൗൺസിലർ അല്ല, കേരള വാട്ടർ അതോറിറ്റി. പാലക്കാട് നഗരസഭ ഭരിച്ച് നിങ്ങള് പടവലങ്ക പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് നഗരസഭയിലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, ഒരു പൊടി പോലും ഇല്ല. സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ BJPയുടെ വൃന്തി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങൾ ഓരോ ഇവിടെ പാലക്കാട്ടെ ജനങ്ങൾക്ക് ഒരു ചെറിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ടായി. ആ അബദ്ധം തിരുത്താനുള്ള ഒരു ദിവസമാണ് ഈ വരുന്ന ഡിസംബർ 11-ാം തീയതി. അത് പാലക്കാട്ടെ ജനങ്ങൾ തിരുത്തും. ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ചു വരും. അത്ര പേടിയുള്ളതാണോ നിങ്ങൾ LDF-നെയോ അല്ലെങ്കിൽ LDF UDF പറയാതെ BJP-നെ? ഒരു മിനിറ്റ് നിങ്ങളെ ഇപ്പൊ നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞു, ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറരുത്, അതിനിടയ്ക്ക് നിങ്ങൾ കയറരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ അത്രയും പേടിച്ചുകൊണ്ടാണ് 100 പ്രാവശ്യം BJP എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് BJP-കാർ നടത്തുന്നതല്ല, കേരള സർക്കാരിന്റെ കീഴിലാണ്. LDF-കാര് ഭരിച്ചിട്ട് ഇനി എവിടെയാണ് അഴിമതി ഉള്ളത്? ഇനി എവിടെ കൈവെക്കാനാ? ശബരിമല എടുത്തു, എത്ര അഴിമതി ഉണ്ട്, തൊട്ട അഴിമതി ആണ് പറയുന്നത്. BJP-നെ അത്രമാത്രം പേടിയുള്ളത് കൊണ്ടാണ് BJP-നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. ഇതൊന്നും കണ്ട് പേടിക്കുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. നഗരസഭയിലെ 10 സീറ്റ് ഇവര് തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ച് അരിവാൾ ചിറ്റിക നക്ഷത്രത്തില് നിങ്ങളുടെ CPM-നെ തികച്ച് 10 സീറ്റ് പിടിക്കുക. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 10 സീറ്റ് CPM തികച്ചു പിടിക്കുക. എന്നിട്ട് ഇവിടെ വർത്തമാനം BJP